ശേഷം ക്യാപ്സിക്കം ഇട്ടു, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, അത് പിന്നെ നമുക്കറിയാലോ. പിന്നെ ലേശം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കോൺഫ്ലവർ പൊടിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, റെസിപ്പിയാണിത്. അത് നല്ലോണം ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ അതിലോട്ട് പൊരിച്ച കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ മല്ലിയില ഒന്നും ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ ഇടാഞ്ഞത് കേട്ടോ, ഡെക്കറേഷന് വേണ്ടി പിന്നെ ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ അതിലേക്ക് കോൺഫ്ലവർ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഒരു ലേശം സുറുക്ക ഒഴിച്ച് ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ച്, 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 3 മിനിറ്റ് അത്രേ ഉള്ളൂ. ഒരു 3 മിനിറ്റ് കൂടി വീണ്ടും മൂടി വെച്ച്, പിന്നെ അതിലേക്ക് സോയ സോസ് ഇല്ലാത്തതുകൊണ്ട് സോസ് മാത്രം ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത്